കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും ചേച്ചിക്ക് ചിലതെങ്കിലും ഓർമ്മ വരുമെന്ന് കരുതിപ്പോയി ഞാൻ. പക്ഷേ തെറ്റുപറ്റിയത് എനിക്കാ ചേച്ചി. ഞാൻ അറിഞ്ഞത് സത്യമല്ല. എന്റെ ചേച്ചി ഇവിടെ ഇല്ല. ഈ നിൽക്കുന്നത് എന്റെ ചേച്ചിയുമല്ല. ഞാൻ അറിയുന്ന ചേച്ചിക്ക് ഒരിക്കലും ഇങ്ങനൊന്നും ആവാൻ കഴിയില്ല. അത് മനസ്സിലായല്ലോ. എങ്കിൽ എത്രയും വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പൊയ്ക്കോളാം ഞാൻ. പക്ഷെ അതിനു മുൻപ് ഒരു ചോദ്യത്തിനും കൂടി നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ഈ കുഞ്ഞിനെ ഞാൻ എന്ത് വേണം? അനിയത്തെ വേണ്ടെന്ന് വെക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ നിങ്ങൾ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ കാര്യം. പറയണം. ഞാൻ ഇതിനെ എന്ത് വേണമെന്ന് കൂടി പറഞ്ഞു തന്നാ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. നീ ഇതിനെ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. ഇതെന്റെ ആരുമല്ല. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഇതിനെ വളർത്തുകയോ കളയുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. അല്ലെങ്കിലേ കൊണ്ടുപോയി വല്ല അമ്മ തൊട്ടില്ലോ ഉപേക്ഷിക്കും. വളർത്താൻ പോക്കില്ലാത്തവരെ അങ്ങനെ ചെയ്യ. മതി. ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. നിങ്ങളെ കാണാൻ ഞാൻ ഇനി ഒരിക്കലും വരികയില്ല. ഒരമ്മ തൊട്ടില്ല ഞാൻ ഇതിനെ ഉപേക്ഷിക്കില്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വളർത്തു ഇതിനെ. ആരും ഒരു അവകാശം ചോദിച്ചിനി വന്നു പോയേക്കരുത് എന്റെ മുമ്പില്. എന്നെ വെടിക്കെട്ട് ഡയലോഗ് ആടി മോളെ നീ കാച്ചിയത്. ഇത് വല്ല സിനിമയിലോ നാടകത്തിലോ ഒക്കെ ആയിരുന്നെങ്കിലേ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേനെ എന്റെ ഗൗരിക്കുട്ടിയെ. നീ തകർത്ത് കളഞ്ഞു. നിന്റെ ആ ഒറ്റ ഡയലോഗിൽ ദാ ഇവളിങ്ങനെ ഫ്യൂസ് ഔട്ടായി നിൽക്കുന്നത് കണ്ടോ? ചുമ്മാ ഇങ്ങനെ കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാതെ ഒന്ന് കൈയടിച്ച് ഇവളെ പ്രോത്സാഹിപ്പിക്കേണ്ട പാപ്പിച്ചായ. ഒന്നുമില്ലെങ്കിലും വളർന്നു വരുന്ന ഒരു കൊച്ചു കലാകാരിയല്ലയോ ഇവള്. അവളുടെ ഈ പെർഫോമൻസിന് മുന്നിൽ വില്ലത്തിയും കഥാനായകനും ഒക്കെ തോറ്റു തുന്നം പാടി നിൽക്കുന്നത് കണ്ടില്ലേ? ഹാർട്സ് ഓഫ് മോളെ. ഈ നാടകത്തിൽ നീ തന്നെയാ മികച്ച നടി. അപ്പോഴേ ചേച്ചിയുടെ അനിയത്തിന്റെ നാടകവും കഥാപ്രസംഗവും കഴിഞ്ഞാല് ഒന്ന് സ്ഥലം കാലിയാക്കിയട്ടെ. അതോ എല്ലാത്തിനെയും ഞാൻ തന്നെ പിടിച്ച് പുറത്തു കളണോ? ഇവിടെ വാടി വരാൻ. വിടനാ പറഞ്ഞ ഗായത്രി. വേണ്ട വേണ്ട സൂസമ്മേ, അവര് തടയണ്ട. ആ കാര്യത്തിൽ അവര് തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ. അതാ നല്ലത്. എന്റെ മനസ്സമാധാനം കളയാൻ വന്ന് കേറിയിരിക്കുന്നു. ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാൻ. സാറൊന്ന് നിന്നേ. അങ്ങനൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന് ഇപ്പൊ പറഞ്ഞത് ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വാങ്ങണം അവളുടെ കയ്യിൽ നിന്ന്. എന്താ പറ്റുമോ? പിന്നെന്താ, അത് ഞാൻ വാങ്ങാം അപ്പച്ച. പക്ഷേ അപ്പച്ചൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? പൂക്കാടൻ പൗലോസ് അല്ല എന്റെ യഥാർത്ഥ അപ്പനെന്ന് അമ്മച്ചിയെ കൊണ്ട് ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിത്തരണം. അത് കിട്ടിയ പിറ്റേന്ന് തന്നെ ഞാൻ അവളെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോളാം. അതുപോലെ അപ്പച്ച. എന്റെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊന്നും നീ അറിയാനോ അന്വേഷിക്കാനോ വരണ്ട. ഇവിടേക്ക് തന്നെ വരണമെന്ന് നിശ്ചയിച്ചിറങ്ങി പുറപ്പെട്ടതൊന്നും അല്ല. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ദൈവമാ. ഇവിടെ തന്നെയാണ് ഞാൻ വരേണ്ടതെന്ന് നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും. ഒന്നുമല്ല, ഇവിടുത്തെ ജീവിതം കൊണ്ട് ചേച്ചി ഒന്നും നേടാൻ പോകുന്നുമില്ല. സംഭവിക്കാൻ പോകുന്നത് നഷ്ടങ്ങളായിരിക്കുകയും ചെയ്യും. പൂക്കാടനെയും അയാളുടെ മക്കളെയൊക്കെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാ ചേച്ചി ഞാൻ ഈ പറയുന്നത്. ചേച്ചി എന്റെ കൂടെ വാ. എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് രണ്ടുപേർക്കും പഴയതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാലോ. എന്ത് സമാധാനം, എന്ത് സന്തോഷം. നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ഈ പറഞ്ഞ സുഖവും സന്തോഷവും സമാധാനവും ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കാത്ത സുഖവും സന്തോഷവും ഒക്കെ ചേച്ചിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? ഒരിക്കലും ഇല്ല. അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ പൂക്കാടൻ പൗലോസിന്റെ ഈ മരുമകൾ വേഷം അഭിനയിക്കാൻ തയ്യാറായി വേഷം കെട്ടി വന്നതും.
ഞാൻ പറഞ്ഞല്ലോ ഗൗരി, ഇവിടെ ഞാൻ എത്തപ്പെട്ടെങ്കിൽ അതിനു പിന്നിൽ എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. ഇവിടെ ഈ കുടുംബത്തിൽ ഒരാളായി ജീവിച്ചുകൊണ്ട് വേണം എനിക്കതൊക്കെ നിറവേറ്റാൻ. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പൂക്കാടന്റെ മരുമകളായിട്ട് അഭിനയിക്കുന്നോ? എന്തൊക്കെയാ പറയുന്നേ? ആ, തൽക്കാലം നീ ഇപ്പൊ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ഞാൻ പറഞ്ഞല്ലോ, നീ എന്നെ കാണാൻ ഇവിടെ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. നിന്നോട് ഇങ്ങനെ അറുത്തു മുറിച്ച് പറയേണ്ടി വരുന്നത് തെറ്റാണോ ശരിയാണോന്നൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. എന്റെ മുന്നിൽ എനിക്കിപ്പോ ശരിയാണെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞാനും ഒന്ന് ജീവിച്ചു നോക്കട്ടെ. നിനക്കത് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ അങ്ങ് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഈ ചേച്ചിയും കൂടി മരിച്ചു പോയെന്ന് അങ്ങ് കരുതിയാ മതി. അപ്പൊ സംഗതി എളുപ്പമാവുമല്ലോ. അങ്ങനെ കരുതി സമാധാനിച്ച് സ്വന്തം ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനാണെങ്കിൽ ഗൗരിക്ക് അതിന് നേരത്തെ കഴിയുമായിരുന്നു ചേച്ചി. എന്നിട്ട് ഞാനത് ചെയ്യാതിരുന്നത് സത്യപ്രകാശ മേനോനും ഭാര്യയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച 2 പെൺമക്കളാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട്. ആ അച്ഛനെയും അമ്മയും ചേച്ചി വഞ്ചിച്ചിട്ടുകൂടി അവരുടെ ആത്മാക്കളോട് മാപ്പിരുന്ന് ചേച്ചിയെ കൈവിടാതെ കൊണ്ടു നടന്നത് എന്നേക്കാൾ കൂടുതൽ ഞാൻ എന്റെ ചേച്ചിയെ സ്നേഹിച്ചതുകൊണ്ടാ. ആ എന്നോട് തന്നെ ചേച്ചി ഇങ്ങനെ പറയണം. മരിച്ചുപോയിന്ന് ഞാൻ കരുതണോ അല്ലേ? എന്നിട്ട് ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം അല്ലേ? എന്റെ ചേച്ചി തന്നെയാണോ ഈ പറയുന്നത്? എങ്ങനെ എങ്ങനെ തോന്നുന്നു ചേച്ചിക്കിത്? എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത് ഇവരുടെ വീട് തന്നെ വേണമായിരുന്നോ ചേച്ചിക്ക് തെരഞ്ഞെടുക്കാൻ? പുത്തേടുത്ത അഭയം ചോദിച്ച് ചേച്ചി ചെന്ന് കയറിയാലും എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. നമ്മുടെ അച്ഛനെയും അമ്മയും നമുക്ക് നഷ്ടപ്പെടുത്തിയ ഇയാളുടെ വീട്ടില് ഇയാളുടെ മരുമകളായി എന്താ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ? വാ, ഇനി ഒന്നും പറയണ്ട. എന്റെ കൂടെ ഈ നിമിഷം ഇറങ്ങി വാ ചേച്ചി. ചേച്ചിയുടെ ഗൗരിയല്ലേ വിളിക്കുന്നത്? ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എനിക്കും നിനക്കും വെവ്വേറെയാ ഗൗരി. അതിനി ഒരിക്കലും ഒത്തുപോകില്ല. ഞാൻ വരാം നിന്റെ കൂടെ. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുമെങ്കിൽ മാത്രം. എന്താ, പറ്റുമോ? നിനക്കതിന് പറ്റില്ലെന്ന് എനിക്കറിയാം. പൊയ്ക്കോ. എന്നെങ്കിലും നിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അന്വേഷിച്ചു വന്നോളാം. അതുവരെ നീ ഒരിക്കലും എന്നെ തേടി വരരുത്. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അനിയത്തിയെ ആട്ടിയിറക്കാൻ പോയതോ അതോ രണ്ടുപേരും കൂടി അടുത്ത നാടകം എന്താണെന്ന് പ്ലാൻ ചെയ്തതോ? ആ, പോയത് പ്ലാൻ ചെയ്യാൻ തന്നെയാ. പക്ഷേ അത് നാടകമല്ല, ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള പദ്ധതിയാ. അധികം താമസിയാതെ അത് അരങ്ങേറും. തീയതി ഞാൻ അറിയിക്കാം. എന്താടോ ഇത്? തന്നോട് അവിടെ പോകണ്ടെന്ന് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞതല്ലേ ഞാൻ? താൻ അവിടെ പോയി അവരെ കാണാൻ ശ്രമിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഇയാളിൽ നിന്ന് ഞാനെല്ലാം മറച്ചു വെച്ചത്. ഉടുക്കെ എന്നെ നിർബന്ധിച്ച് എല്ലാം അറിഞ്ഞിട്ട് പോയിക്കുന്നു അവരെ കാണാൻ. എടോ, താൻ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാണ് ഭാഗ്യക്കുറി. പോയിട്ട് എന്തായി? ഗംഭീര സ്വീകരണല്ലേ തന്റെ ചേച്ചിയും അവരുടെ ഭർത്തൃ വീട്ടുകാരും കൂടെ തനിക്ക് തന്നത്. സ്വന്തം ചേച്ചി തന്നെ കഴുത്തിന് പിടിച്ചിറക്കി വിട്ടപ്പോ തനിക്ക് തൃപ്തിയായല്ലോ. കണക്കായിപ്പോയി. ഈ ഗായത്രി എന്ന് പറയുന്ന മുതലുണ്ടല്ലോ, അതൊരു അപൂർവ ഇനവാ. സഹോദര സ്നേഹം എന്താണെന്ന് അവരെ കണ്ടുപിടിക്കണം മറ്റുള്ളവര്.
എടോ ഭാഗ്യക്കുറി, താൻ അവരെ എങ്ങനെയാ കൊണ്ടുനടന്നെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി ഒരുവനാ ഞാൻ. ആ നന്ദി സ്നേഹമൊന്നും തന്റെ ചേച്ചിയുടെ ഓർമ്മയിൽ ഇല്ല ഇപ്പോ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ സമയത്ത് അവരുടെ മെമ്മറീസ് പഠിച്ചു പോയിരിക്കല്ലായിരുന്നോ? അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാ? കണ്ടോ, ഇപ്പോഴും ചേച്ചി പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് സഹിച്ചിട്ടില്ല. ശങ്കർ, നമുക്ക് ടോപ്പിക്ക് വിടാം. അങ്ങനെ താൻ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. എടോ, അവര് പ്രസവിച്ച ഈ കുഞ്ഞിനെയും തന്നെ അവർക്ക് ആവശ്യമില്ലെങ്കിലേ പിന്നെ താൻ എന്തിനാ അവരുടെ പിന്നാലെ വീണ്ടും നാണം കെട്ട് പോകുന്നത്? ഇയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ, അല്ല ഞാനെന്നല്ല, ഇനി വേറെ ആരായിരുന്നാലും ശരി, ദേ ഈ കുഞ്ഞിനെ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സ്വന്തം പാട് നോക്കി പോയനെ. അതായിരുന്നു വേണ്ടത്. എല്ലാവർക്കും ഇയാളെ പോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇയാൾക്ക് എന്തറിയാം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? ഓർമ്മ വെച്ച നാളു മുതൽ ഊണിലും ഉറക്കത്തിലും ഞാനും എന്റെ ചേച്ചി ഒരുമിച്ചായിരുന്നു. പരസ്പരം പറയാത്തതും അറിയാത്തതുമായി ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലായിരുന്നു. എടോ, അതൊക്കെ തന്റെ വെറും തോന്നലാ ഭാഗ്യക്കുറി. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് തനിക്ക് മാത്രമായിരുന്നു. തന്റെ ചേച്ചിക്ക് സ്നേഹവും ആത്മാർത്ഥതയൊക്കെ തന്നോടും ഉണ്ടായിരുന്നെങ്കിലേ അലനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അയാളിൽ നിന്ന് താൻ ഗർഭിണിയായ വിവരമൊക്കെ തന്റെ ചേച്ചിക്ക് എത്രയോ മുമ്പ് തന്നോട് തുറന്നു പറയാമായിരുന്നു. അങ്ങനെ അവർ തുറന്നു പറഞ്ഞിരുന്നെങ്കിലേ സത്യപ്രകാശിന്റെ മക്കൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്താ, ശരിയല്ലേ? പോട്ടെ, ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചേച്ചി ഓർത്തുള്ള ഈ സങ്കടം ആവശ്യമില്ലാത്തതാണെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ നോക്കിയതാ. ചേച്ചി എന്തൊക്കെയാ മനസ്സിൽ കണ്ടേക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ശങ്കർ. ആ വീട്ടിലുള്ള ഒരാളെ എങ്ങനെ എന്തിനു വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയില്ല. അത് അയാളുള്ള ആ വീട്ടില് എന്ത് ധൈര്യത്തിലായിരിക്കും ചേച്ചി അവിടെ കഴിയുന്നത്? പൂക്കാടനും മക്കളും എങ്ങനെ അവരിൽ ഒരാളായി ചേച്ചി അംഗീകരിച്ചു? ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതിലൊന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് അതിശയപ്പെടാൻ ഒന്നുമില്ല ഭാഗ്യക്കുറി. തന്റെ ചേച്ചിയെ അങ്ങേറ്റം പ്രാക്ടിക്കലാണ്. ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിലെ അയാൾക്ക് നല്ല മുൻധാരണയുണ്ട്. ഗായത്രി ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നും ഒട്ടും താഴേക്ക് പോകാൻ അതിപ്പോ സ്വന്തം അനിയത്തിയുടെ കൂടെയാണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അതിലും ഭേദം തന്റെ ശത്രുക്കളുടെ കൂടെയുള്ള ആർഭാട ജീവിതമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം ഓർത്ത് തനിക്ക് സമാധാനിക്കാം. ആ കുടുംബത്തില് കൂട്ടത്തിൽ അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആളാണ് തന്റെ ചേച്ചി വിവാഹം കഴിച്ചേക്കുന്നത്. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് കേക്ക് ഭാഗ്യക്കുറി. തന്റെ ചേച്ചിയെ താൻ അവരുടെ പാട്ടിന് വിട്ടേക്ക്. എന്നിട്ട് താൻ തന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പറയാൻ എളുപ്പമാണ് ശങ്കർ, പക്ഷെ അമ്മാളും എന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെ എന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും? എടോ, ഈ കുഞ്ഞിനെ ഒഴിവാക്കണമെന്നല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞത്. പക്ഷെ അമ്മാൾ ഒപ്പമുള്ളതുകൊണ്ട് തന്റെ ജീവിതം ഒന്നും ആകാതെ പോകരുത്. തനിക്ക് തന്റേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. താൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണെന്നുള്ളതേ താൻ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അതൊക്കെ ഇപ്പൊ ഓർത്തോണ്ട് എന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. തനിക്ക് തന്റെ പഠിത്തം തുടരാനുള്ള ഊർജം ആ ഓർമ്മയിൽ നിന്ന് കിട്ടുമെങ്കിലോ? മനസ്സ് വെച്ചാൽ ഒരു തടസ്സവും നമ്മുടെ വഴി മുടക്കാൻ വരില്ല ഗൗരി. കേസ് നമുക്ക് അനുകൂലമായാലേ മുടങ്ങിപ്പോയ തന്റെ പഠിപ്പൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യക്കുറി, താൻ മിടുക്കിയായ ഒരു ഡോക്ടറാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞാനങ്ങനെ സ്വപ്നം കാണാറുമുണ്ട്. ഓ, അതൊക്കെ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്റെ ഫീൽഡ് ഓഫീസറെ. വെറുതെ പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിൽ ഇല്ലാത്ത മോഹങ്ങൾ കുത്തിവെക്കാൻ നിൽക്കാതൊന്ന് പോവാൻ നോക്കിയേ. ഡോക്ടറാക്കാൻ വന്നിരിക്കുന്നു. പോയി. ഞാൻ പോയിക്കോളാം. പക്ഷെ ഇപ്പൊ മോഹിക്കാൻ തുടങ്ങി ഈ മനസ്സുണ്ടല്ലോ, അതിന്റെ സഹായം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഗൗരി MBBS FRCs ഒക്കെ ആക്കി അടങ്ങും മോളെ. ദേ, ഈ ശങ്കര പറയുന്നത് തന്നെ തള്ളി പറഞ്ഞരും തന്റെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, ഇയാളുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കും. അപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ ഞെളിഞ്ഞൊരു നിൽപ്പുണ്ട്. അല്ല, ഞാൻ ഡോക്ടറാവുന്നതിന് താനെന്തിനാ അവരുടെ മുമ്പിൽ ഞെളിയുന്നത്? എനിക്ക് നിൽക്കാമല്ലോ, കാരണം ഞാൻ തന്നെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എന്താ, ശരിയല്ലേ? ഫീൽഡ് ഓഫീസർ ചെന്ന് കാത്തൂന്റെ രുക്മിണിയുടെയും നല്ല കുഞ്ഞായിട്ട് കിടന്നുറങ്ങ്. ഇന്ന് പോയേക്കല്ലേ? പോവാം. ഇവളോട് എങ്ങനെ ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്? ഫീൽഡ് ഓഫീസർ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇനി എന്നാ ഭാഗ്യക്ക് ഒരു ഡോക്ടറായിട്ട് കാണാൻ പറ്റുമെന്ന് പറയായിരുന്നു ഞാൻ. ചെല്ല്.
സത്യത്തിൽ ബാഹുലിനെ ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. അതൊക്കെയല്ലേ രുക്മിണി അമ്മ അതിന്റെ ഒരു നിമിത്തം എന്ന് പറയുന്നത്. ലീവിന് വന്നപ്പോ പണ്ടത്തെ പരിചയക്കാരെ തപ്പി തോട്ടപ്പടിയിലോട്ട് ഇറങ്ങിയതാ. അവിടെ ചെന്നാലും ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് നിങ്ങൾ അമ്പലമുറ്റത്തുകാരെ പറ്റിയാ. ഭാഗ്യത്തിന് ഇത്തവണ നമ്മുടെ കോയിക്കൽ കുറുപ്പ് സാറിനെ കണ്ടു. സാറാ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുന്നെന്ന്. എന്നാ പിന്നെ നേരിക്കണ്ടാവാന്ന് കരുതി ഇവരെയും കൂട്ടി നേരിങ്ങ് വെച്ചു പിടിച്ചു. സത്യം പറയാലോ രുക്മിണി അമ്മേ, ഇപ്പം മനസ്സിൽ തോന്നുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്പലമുറ്റത്തുകാർക്ക് ഈ ഗതി വന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഭഗവാൻ ഉപേക്ഷിച്ചില്ലല്ലോ. നന്നായി. ബാഹുലേയ, നീ ദൈവാധീനമുള്ളവനാടാ. അത് പിന്നെ ആ തറവാട്ടിന് തുടങ്ങിയതല്ല ഞാൻ. അമ്പലമുറ്റത്തെ ബാലാനന്ദ മേനോന്റെ ഡ്രൈവർ എന്ന് പറയുന്ന അന്തസ്സുണ്ട് കാർത്തിയാനി അമ്മേ. ഈ ഗൾഫുകാരനെന്നൊക്കെ പറയുന്നതിന് അന്നും ഇന്നും ഞാൻ അവിടുത്തെ ആളാണെന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടം. കഷ്ടം, ആ മനുഷ്യന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ബാഹുലേയ. ഇപ്പോ പണ്ടത്തെ പോലെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അവന്റെ കഴിവുകൊണ്ടാ കേട്ടോ. അത് നേരാ ബാഹുലേയ. അവന്റെ കണ്ണൊന്ന് തെളിഞ്ഞതി പിന്നെ ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്റെ കുഞ്ഞു പൊന്നു പോലാ ഞങ്ങളെ നോക്കുന്നത്. അത് പിന്നെ ബാലൻ സാറിന്റെ മോനല്ലേ, അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രയും നാള് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കാര്യം പറയുമ്പോ 100 നാവാ ചേച്ചി. ഒരു നേരമെങ്കിലും അമ്പലമുറ്റത്തെ കാര്യം പറയാത്ത ദിവസമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ മാലതി. ബാഹുലേയൻ ഞങ്ങൾക്കൊരു ഡ്രൈവർ മാത്രമായിരുന്നില്ല, കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയായിരുന്നു. ബാഹുലേയൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാലേട്ടനെ എല്ലാ കാര്യത്തിലും ഒന്ന് നിയന്ത്രിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ആ കാലമൊക്കെ തിരിച്ചു വരും രുക്മിണി അമ്മേ. അതിനുള്ളൊരു വഴിയാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചേ. ഒരു കല്യാണ ആലോചനയുമായി അമ്പലമുറ്റത്തുകാരുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ എനിക്കൊരു യോഗ്യതയില്ലെന്നറിയാം. കയ്യിൽ കുറച്ച് കാശുണ്ടെന്നല്ലാതെ ഇവിടുത്തെ ചെറുക്കനെ മരുമകനായി കിട്ടാൻ ഒരു അർഹത എനിക്കില്ല. ഒക്കെ അറിഞ്ഞിട്ടും ഇങ്ങനൊരു ധൈര്യം കാണിക്കാൻ ഞാൻ തയ്യാറായത് രുക്മിണി അമ്മ പറഞ്ഞ പോലെ പഴയ ആ കാലത്തെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ. ഗൾഫിലും നാട്ടിലും ഒക്കെ തരക്കേടില്ലാത്ത ബിസിനസ്സും ഉണ്ട്. ഒക്കെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം എന്റെ മകളുടെ ഭർത്താവായി വരേണ്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്പലമുറ്റത്തെ ചെറുക്കനേക്കാൾ യോഗ്യനായി അതിന് മറ്റാരും വേണമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പറ. ഇപ്പോഴും ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഞാനീ കാണിക്കുന്ന അഹങ്കാരമാണ് തോന്നുന്നുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ബാഹുലേയ. ദേ, ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് തന്നെയാ ഞങ്ങൾക്കും താല്പര്യം. എന്താ മോളുടെ പേര്? വൃന്ദ. ഇവളിപ്പോ ബാംഗ്ലൂരിൽ MBAക്ക് പഠിക്കുക. ഇനി 1 വർഷം കൂടിയുണ്ട്. മോള് മിടുക്കിയാണല്ലോ ബാഹുലേയ. വല്യമ്പച്ചക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവളെങ്ങെടുത്തോ. അല്ല, രുക്മിണിയമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാ ബാഹുലേയ? കല്യാണക്കാര്യം നമ്മൾ വീട്ടുകാർ മാത്രം തീരുമാനിച്ചാ പോരല്ലോ, കുട്ടികളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അത് വേണം. ആ, ഞങ്ങളുടെ ഇഷ്ടോ എന്റെ മോളുടെ ഇഷ്ടം. ഇനി നിങ്ങൾ ഇവിടുത്തെ ചെറുക്കന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി. ഇവിടെ ഞങ്ങളുടെ ഇഷ്ടം തന്നെ അവന്റെ. ഞങ്ങൾക്ക് വിഷമം വരുന്ന ഒരു കാര്യം അവൻ ചെയ്യൂല. എന്നാ പിന്നെ നമുക്ക് നാഞ്ഞു പിടിച്ചാലോ വല്യമ്മച്ചി. അടുത്ത മാസം അവസാനം ഞാൻ അങ്ങ് തിരിച്ചു പോകും. അതിനുള്ളിൽ കല്യാണം അങ്ങ് നടത്താം. എന്താ? അവൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതേപ്പറ്റി ഒന്നും പറയണ്ട. സൗകര്യം പോലെ ഞങ്ങൾ പറഞ്ഞോളാം. ഓ, പിന്നെന്താ? ഞങ്ങളെയൊക്കെ അറിയോ ശങ്കർ സാറേ? പിന്നെ അതെന്തൊരു ചോദ്യമാ? പോടാ, കള്ളം പറയാതെ.
നിനക്കിവരെ ഓർമ്മ കാണാൻ ഒരു വഴിയുമില്ല. ഇത് ബാഹുലേയൻ. ഇതേ പണ്ട് നമ്മുടെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്ന ആളാ. നിന്റെ അച്ഛന്റെ ഡ്രൈവറെന്നോ വലം കൈയെന്നോ വിശ്വസ്തനെന്നോ ഒക്കെ പറയാം. ഈ സാറിനെ പണ്ട് ഞാൻ ദേ ഇങ്ങനെ കുറെ എടുത്തണതാ. ഇപ്പൊ എനിക്ക് ഏതാണ്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എടാ ശംഭുവേ, ബാഹുലേൻ ഇപ്പൊ കോടീശ്വരനാ. ആള് ഗൾഫിലാ. അത് ശരി, അതേതായാലും നന്നായി. പിന്നെ എന്തൊക്കെയുണ്ട് ബാലൻ ചേട്ടാ വിശേഷങ്ങള്? ആ, ഗൾഫിൽ എവിടാ? ദുബായിലാ. ഓ, അതെയോ. എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. ആഹാ. ദുബായിലായതുകൊണ്ടേ നല്ല അടിച്ചുപൊളിയായിരിക്കും അല്ലേ? ആ. മുഖം കണ്ടാലറിയാം ചേട്ടൻ നല്ല കീറാന്ന്. കൊച്ചു കള്ളൻ. ഇതെന്താ എല്ലാരും കൂടെ ഇറങ്ങിയത്? ഓ, മോളുടെ കല്യാണം വിളിക്കാനായിരിക്കും അല്ലേ? എവിടോട്ടാ ചേട്ടാ അയക്കുന്നേ? ഗൾഫായതുകൊണ്ടേ നല്ല സ്ത്രീധനം കരുതിയിട്ടുണ്ടാവും ചേട്ടൻ അല്ലേ? ആ, കല്യാണക്കാര്യം പരിഗണനയിലുണ്ട്. ഏകദേശം നടക്കുന്ന വട്ടമോനെ. ഇനി പയ്യന്റെ കാര്യം കൂടി ഒന്ന് അറിയണം.